വേദിയിലും സദസ്സിലുമുള്ള എല്ലാ കലാസ്നേഹികളെ, സഹൃദയരെ, ക്ഷമിക്കണം, എന്നെക്കാളും മുന്നേ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ട ടെൻസിംഗ് ജോസഫ് സാറും സജത ശങ്കറുമാണ്. എങ്കിലും ഒരുപക്ഷെ എനിക്ക് ഈ അനുമോദന പ്രസംഗം കഴിഞ്ഞ് ഒരുപക്ഷെ ഇത്തിരി അല്പം നേരത്തെ പോകാമെന്ന് തോന്നുന്നു. എൻ്റെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോട്ടയത്ത് തിസി കിഴക്കേമുറിയിടത്തെ ലളിതകല അക്കാദമി ഗാലറിയിൽ. ഞാൻ എൻ്റെ കലാധ്യാപന ജീവിതം ആരംഭിച്ചത് ഒരു സ്കൂൾ അധ്യാപകനായിട്ടാണ്. കേന്ദ്രീയ വിദ്യാലയയിൽ ഞാൻ 5 വർഷത്തോളം കലാധ്യാപകനായിട്ട് ജോലി ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ കോളേജിൽ അധ്യാപകനായിട്ട് പ്രവേശിച്ചത്. അപ്പോൾ ഈ 5 വർഷക്കാലം എനിക്ക് സത്യത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കലാവിദ്യാഭ്യാസം, അതായത് പൊതുവിദ്യാഭ്യാസം, ഈ 12ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ ഒരു കാലഘട്ടത്തിലെ കാലത്തിലെ ഈ കലാവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, അതുപോലെ അതിൻ്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് ശരിക്കും പഠിക്കാനും പറ്റി. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഞാൻ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മുതൽ 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ വരെ മാറി മാറി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴൊക്കെ എനിക്ക് കാര്യം മനസ്സിലായി, സ്കൂളിൽ യാതൊരു പ്രാധാന്യവും ലഭിക്കാത്ത ഒരു വിഷയമാണ്. നമ്മൾ വളരെ ആഗ്രഹിക്കും കലാധ്യാപകനായിട്ട് ഇത് വിദ്യാർത്ഥികളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കണം, നല്ല കലാവാസനയുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ ഈ കല പരിശീലിക്കാനും അത് തുടരാനും ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകി അവരെ സെൻസിറ്റൈസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമെങ്കിലും സ്കൂൾ തലത്തിൽ അത് പലപ്പോഴും സാധിച്ചിരുന്നില്ല. ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളാണ്. ഒന്ന്, നമുക്ക് വേണ്ടത്ര ഒരാഴ്ചയിൽ ഒരു പീരീഡൊക്കെയാണ് ഒരു ക്ലാസ്സിന് ലഭിക്കുന്നത്. അതുകൊണ്ടൊന്നും സാധിക്കില്ല. പിന്നെ മറ്റു വിഷയങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം, അപ്പം 7ാം ക്ലാസ് വരെ വളരെ മികച്ച രീതിയിൽ ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ ശില്പം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ താല്പര്യം കാണിക്കുന്ന വിദ്യാർത്ഥികൾ 8ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇതെല്ലാം നിർത്തുന്നതായിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ മറ്റു വിഷയങ്ങളുടെ അമിത പ്രാധാന്യം അവർക്ക് തന്നെ ബോധ്യമാവുന്നു. 8ാം ക്ലാസ് മുതൽ ഹോംവർക്കും മറ്റ് അസൈൻമെൻറ്റ്സും ഒക്കെ വന്നിട്ട് ഈ ശനിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ അങ്ങനെ മറ്റു ഒരു സമയത്തും ചിത്രം വരയ്ക്കാനോ ഒന്നും തന്നെ ഒരു സമയമില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് പോകുന്നത്, സ്കൂൾ തലത്തിലുള്ളൊരു പഠനം പോകുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം വെച്ചാൽ, പിന്നെ എങ്ങനെയാണ് ഫൈൻ ആർട്സ് കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത്? അവർക്ക് എങ്ങനെയാണ് പിന്നെ ഈ വാസന നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പരിശീലനമൊക്കെ ലഭിക്കുന്നതെന്ന് അതിന് ഞാൻ ഈ ഫൈൻ ആർട്സ് കോളേജിലൊക്കെ വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ഈ പ്രവേശന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രാദേശികമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട്, കലാസ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റായിട്ടും ഒക്കെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ആയിട്ട് നടത്തുന്നതൊക്കെ ആയിട്ടുള്ള. ഫൈൻ ആർട്സ് കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയവരും അല്ലെങ്കിൽ മുൻപ് ഫൈൻ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുന്ന സമയത്തൊക്കെ പഠിച്ച് ഇറങ്ങിയ കലാകാരന്മാരൊക്കെ തന്നെ നടത്തി വരുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണ്. സത്യത്തിൽ ഇത്തരം സ്ഥാപനങ്ങളാണ് ഈ നാട്ടിലെ കലയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്കൂളുകളിലൊന്നും അത്ര സാധ്യമല്ലാത്ത കാര്യം ഇത്തരം സ്ഥാപനങ്ങളിൽ ചെറിയ വിദ്യാർത്ഥികൾ മുതൽ, ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഈ ചെറിയ വിദ്യാർത്ഥികൾ മുതൽ അല്പം മുതിർന്ന വിദ്യാർത്ഥികളെ വരെ ഇതിലേക്ക് കൂടുതൽ നയിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും കുറച്ചുകൂടി പ്ലേഫുള്ളായിട്ടുള്ള രീതിയിലുമൊക്കെ മറ്റ് സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ, മറ്റ് വിഷയങ്ങളുടെയോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളുടെയോ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ വിദ്യാർത്ഥികളെ വേണ്ട രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഫൈൻ ആർട്സ് കോളേജുകളിലേക്കൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികൾ കടന്നു വന്നിട്ടുള്ളതെന്നും എടുത്തു പറയാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ എസ്മോ അക്കാഡമി തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു സ്ഥാപനം ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആകുമെന്നും വിശ്വസിക്കുന്നു. ഈ ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ അവരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി തന്നെ അജയനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരും മറ്റുള്ള അധ്യാപകരും ഒക്കെ അവരെ വാർത്തെടുക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായിട്ടും നടക്കും. അതിലൂടെ ഈ നാട്ടിലെ ഈ കലയെ വളരെ സജീവമായിട്ട് തന്നെ നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ തന്നെയാണ് എപ്പോഴും വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ. നമ്മൾ പലപ്പോഴും കലയ്ക്ക് വേണ്ടി വലിയ ഇപ്പം ബിയനാലെ പോലെയുള്ള വലിയ
സംരംഭങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന ചെറിയ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതിനൊരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പരിപോഷിച്ചിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമായി ഇത് ഈ എസ്മോ അക്കാഡമി വളർന്നു വരട്ടെ. ഈ പ്രദേശത്തെ മാത്രമല്ല, ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും താല്പര്യം ആയിട്ടുള്ള ഒരു സ്ഥാപനമായി ഇത് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.